ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ആദ്യത്തെ ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും. അപ്പോൾ ആ ചാപ്റ്ററിൽ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചുരുക്കിയിട്ട് ഇതുവരെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊന്ന് നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചത് ഒന്ന്, നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ച കാര്യം എന്താ, ഒരു ആറ്റം എടുത്താൽ ആറ്റത്തിൻ്റെ നടുക്ക് ന്യൂക്ലിയസ് ഉണ്ട്. പിന്നെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രത്യേക ഊർജ നിലകളിൽ കൂടി കറങ്ങുന്നുണ്ട്. ആ ഊർജ നിലകളെ നമ്മളെന്താ വിളിച്ചത്? ഷെല്ലുകൾ എന്ന് വിളിച്ചു. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും വിവിധ ഷെല്ലുകളിലാണ് ഉള്ളതെന്ന് നിങ്ങൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ ഷെല്ലിനകത്ത് വീണ്ടും ഉപഷെല്ലുകളുണ്ട് എന്ന് പഠിച്ചു അല്ലേ? സബ് ഷെല്ലുകൾ എന്ന് വിളിക്കും. ആ സബ് ഷെല്ലുകളിൽ ആരെ വിന്യസിപ്പിക്കണം? ഇലക്ട്രോണുകളെ വിന്യസിപ്പിക്കണം. ഇലക്ട്രോണുകൾ വിന്യസിച്ചിട്ടുണ്ട്, അതെങ്ങനെയാണെന്നൊക്കെയാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. അപ്പോൾ നമ്മൾ വളരെ ചുരുക്കിയിട്ട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കാം. ഓക്കെ, ആദ്യം നമ്മളെന്താ പഠിച്ചത്? ഇപ്പോൾ ആറ്റം എടുത്താൽ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് ഇതെന്ന് വിചാരിച്ചു. ന്യൂക്ലിയസിനകത്ത് ആരൊക്കെയുണ്ട്? പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. അതിന് ചുറ്റും ആരുണ്ട്? ഷെല്ലുകൾ ഉണ്ട് എന്ന് പഠിച്ചു. നമ്മൾ ആദ്യത്തെ 4 ഷെല്ലുകൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഏതൊക്കെയായിരുന്നു ആ ഷെല്ലുകൾ? ഒന്നാമത്തെ ഷെല്ല് കെ ഷെല്ല്, രണ്ടാമത്തത് എൽ ഷെല്ല്, പിന്നെന്താ മൂന്നാമത്തത് എം ഷെല്ല്, നാലാമത്തത് എൻ ഷെൽ. അങ്ങനെ പോവും. ഈ കെ എൽ എം എൻ ഇതുവരെ നമുക്കിപ്പോൾ ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഷെല്ലുകളിൽ കൂടിയാണ് ആര് കറങ്ങുന്നത്? ഇലക്ട്രോണുകൾ കറങ്ങുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഷെല്ലിൻ്റെ ഊർജം എങ്ങനെയാണ്? എല്ലാ ഷെല്ലുകൾക്കും ഒരേ ഊർജമാണ്. കെ എൽ എം എൻ ഈ 4ൻ്റെയും എനർജി തുല്യമാണോ, ഈക്വൽ ആണോ എന്നുള്ളൊരു ചോദ്യമാണ് അല്ലേ? അത് നിങ്ങൾ പഠിച്ചെന്താ പഠിച്ചേ? ന്യൂക്ലിയസിൽ നിന്ന് അകലുന്നതിനനുസരിച്ചിട്ട് ഷെല്ലുകളുടെ എന്ത് കൂടി വരും? എനർജി കൂടി വരും. ഓക്കെ, അപ്പം എങ്ങനെയാണ് നിങ്ങൾ കിട്ടുക? അതായത് ഏറ്റവും എനർജി കുറവ് കെ ഷെല്ലിനാണ്. കെ ലെസ് ദാൻ, എൽ ലെസ് ദാൻ, എം ലെസ് ദാൻ, പിന്നെ ആരാ വരിക? എൻ ലെസ് ദാൻ എന്ന് വരും. ഓക്കെ, ഇതാണ് ഷെല്ലുകളുടെ ഊർജം കൂടി വരുന്ന ക്രമം. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ പഠിച്ചെന്താ? ഒരു ആറ്റത്തിനകത്ത് ഇലക്ട്രോണുകൾ ആദ്യം എവിടെയാണെന്നറിയാം? എനർജി കുറഞ്ഞ ഷെല്ലിനകത്താണ് ആദ്യം ഇലക്ട്രോണുകൾ എന്നറിയാം. അപ്പോൾ ശ്രദ്ധിക്കണം, ഊർജം കൂടി വരുന്ന ക്രമത്തിലാണ് ആറ്റത്തിന് ചുറ്റും ആര് നിറയുന്നത്? ഇലക്ട്രോണുകൾ നിറയുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യം നമുക്ക് നോക്കാം. പിന്നീട് നമ്മൾ പഠിച്ച കാര്യം, ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോണുകൾ വരെ നിറയാം എന്നൊരു കാര്യം നമ്മൾ പഠിച്ചു അല്ലേ? അതിനൊരു സൂത്രവാക്യമുണ്ട്. എന്തായാലും സൂത്രവാക്യം 2n² എന്നായിരുന്നു സൂത്രവാക്യം അല്ലേ? 2n². അവിടെ n എന്ന് വെച്ചാൽ എന്താണ്? n എന്ന് വെച്ചാൽ 1, 2, 3, 4 മീൻസ് ഏത് ഷെല്ലാണ് എന്നാണ് n സൂചിപ്പിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഇപ്പോൾ കെ എൽ എം എൻ എടുത്താൽ ഈ സൂത്രവാക്യം വെച്ചിട്ട് കെയിൽ എത്ര ഇലക്ട്രോണുകൾ വരെ വരാം? 2 × 1². അപ്പോൾ ഉത്തരം എത്ര കിട്ടും? 2 ഇലക്ട്രോണുകൾ വരെ നിറയാം. എൽ ഷെൽ എടുക്കുകയാണെങ്കിൽ 2 × 2² 8 എന്ന് കിട്ടും. മാക്സിമം 8 ഇലക്ട്രോണുകൾ നിറയാം. മൂന്നാമത്തെ ഷെല്ലാണ് ഏത്? എം. അപ്പോൾ 2 × 3². അപ്പോൾ എത്ര കിട്ടുക? പരമാവധി 18 ഇലക്ട്രോണുകൾ വരെ നിറയാം. ഓക്കെ, പിന്നെ അവസാനം നമ്മൾ പഠിച്ചതാ എൻ ഷെൽ അല്ലേ? ഇതിനകത്ത് എന്ത് വരും? ഇപ്പോൾ 2 × 4². ഓക്കെ, എത്ര വരിക? 32 ഇലക്ട്രോണുകൾ വരെ നിറയാം. ഇതാണ് നമ്മൾ പഠിച്ച കാര്യം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. ന്യൂക്ലിയസിന് ചുറ്റും എന്തുണ്ട്? ഷെല്ലുകളുണ്ട്. അവർക്ക് വ്യത്യസ്ത എനർജി ആയിരിക്കും. ഇനി എന്താണ്? ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കെയിൽ 2, എല്ലിൽ 8, എമ്മിൽ 18, എന്നിൽ 32 ഇങ്ങനെ. ഓക്കെ, ഇനി ഞാനൊരു കാര്യം പറയാൻ പോകണം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ 4 ഷെല്ലുകൾ എടുത്തു. ഇത് ഏറ്റവും എനർജി കുറവാർക്കാണ്? ഏറ്റവും എനർജി കുറവ് ആർക്കായിരിക്കും? കെ ഷെല്ലിനായിരിക്കും. സംശയമില്ലല്ലോ, ഉണ്ടോ? ഇല്ല.
ഇനി ഇതിനകത്ത് എനർജി ഏറ്റവും കൂടിയത് ആർക്കായിരിക്കും? ഏറ്റവും അവസാനത്തെ ആള് എന്നിനായിരിക്കും. ക്ലിയർ അല്ലേ? ഇനി ഞാൻ രണ്ട് ഇലക്ട്രോണുകൾ കാണിക്കാൻ പോവാണ്. ഇതിനകത്ത് ജസ്റ്റ് ജനറൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ ആദ്യത്തെ ഷെല്ലില് ഒരു ഇലക്ട്രോൺ ഉണ്ട്, അതേപോലെ തന്നെ അവസാനത്തെ ഷെല്ലിലും എന്തുണ്ട്? ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, ഞാൻ ഓരോ ഇലക്ട്രോൺ അവിടെ കാണിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട്. ന്യൂക്ലിയസിന്റെ ചാർജ് എന്താ? ന്യൂക്ലിയസിന്റെ ചാർജ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പോസിറ്റീവ് ചാർജാണ് ആണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ന്യൂക്ലിയസ് ഇലക്ട്രോണിന്റെ ചാർജ് എന്താ? നെഗറ്റീവ്. അപ്പൊ ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് ന്യൂക്ലിയസ് നെഗറ്റീവ് ചാർജ്ഡ് ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും, ആകർഷിക്കും. ശരിയല്ലേ? എൻ്റെ ചോദ്യം, ഈ ന്യൂക്ലിയസ് ഈ ഇലക്ട്രോണാണോ കൂടുതലായിട്ട് ആകർഷിക്കുക, അല്ല ഈ ഇലക്ട്രോണായിരിക്കും? നിങ്ങൾ നോക്കുക, ഈ ഇലക്ട്രോൺ ഈ ന്യൂക്ലിയസിന് ഏറ്റവും അടുത്താണ് കിടക്കുന്നത്, ഈ ഇലക്ട്രോൺ ഈ ന്യൂക്ലിയസിന് ദൂരത്താണ് കിടക്കുന്നത് അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും അടുത്ത് വരുമ്പോഴല്ലേ ആകർഷണം കൂടുക, അട്രാക്ഷൻ കൂടുക. ഓക്കെ, അപ്പം ഈ കാര്യം കൂടി ഓർത്തു വെക്കുക. ന്യൂക്ലിയസിൽ നിന്ന് അകലുന്നതിനനുസരിച്ചിട്ട് ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ആകർഷണം അല്ലെങ്കിൽ അട്രാക്ഷൻ എന്ത് ചെയ്യും? കുറഞ്ഞു കുറഞ്ഞു വരും. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയസിൽ നിന്ന് അകലും തോറും എന്താ സംഭവിക്കുക? എനർജി ഓഫ് ഷെൽസ് ഇൻക്രീസസ്. ഷെല്ലുകളുടെ എനർജി കൂടി കൂടി വരും. ന്യൂക്ലിയസ് അകലുന്നതിനനുസരിച്ചിട്ട് ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷൻ മീൻസ് എന്താണ്? ആകർഷണം എന്ത് ചെയ്യും? കുറഞ്ഞു കുറഞ്ഞു വരും. ഇതൊക്കെയാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കാം. ഈ കാര്യങ്ങൾ കൃത്യമായിട്ടാണ്. ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് നോക്കാം. KLMN വരുന്ന കുറച്ച് എക്സാമ്പിൾ മാത്രം നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നമുക്ക് എലമെന്റ്സ് തരും. എലമെന്റ്സിന്റെ എന്ത് കൂടി ഉണ്ടാവും? അറ്റോമിക നമ്പറും കൂടി ഉണ്ടാവും. എന്നാലും മാത്രമേ ഈ കാര്യം നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ സൈഡിൽ ഒന്നുകൂടി നോട്ട് ചെയ്യാണ്. കെയില് മാക്സിമം 2 ഇലക്ട്രോൺ, എല്ലില് മാക്സിമം 8, എമ്മില് മാക്സിമം 18 ഇലക്ട്രോൺസ്, എന്നില് പരമാവധി 32 ഇലക്ട്രോണുകൾ വരെ നിറയും. കുറച്ച് എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്യാണ് KLMN. ഓക്കെ, KLMN ഓരോ ഷെല്ലിലും നിറയുന്ന ഇലക്ട്രോണുകൾ നോക്കാൻ പോവാണ്. ആദ്യത്തെ എലമെന്റ് ഞാൻ എടുക്കുകയാണ് ഹൈഡ്രജൻ. നമുക്കറിയാം ഹൈഡ്രജന്റെ അറ്റോമിക നമ്പർ എത്രയാ? 1 അല്ലേ? ഹൈഡ്രജൻ അറ്റോമിക നമ്പർ 1. ഓക്കെ, അപ്പൊ ആ ഒരു ഇലക്ട്രോൺ എവിടെ നിറയും? കെ ഷെല്ലിൽ. ഓക്കെ, അപ്പോൾ കെ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ നിറയും. കെയിൽ 1 മാത്രം, ഒറ്റ ഇലക്ട്രോൺ ആണ് കെ ഷെല്ലിൽ ഉണ്ടാവുക. എല്ലിൽ ഉണ്ടാവുമോ? ഇല്ല. എമ്മിൽ ഉണ്ടാവുമോ? ഇല്ല. എന്നിൽ ഉണ്ടാവുമോ? ഇല്ല. ഓക്കെ, അടുത്തത് ഞാൻ എടുക്കുകയാണ് ഹീലിയം. അറ്റോമിക നമ്പർ എത്രയാണ്? 2. ആ 2 ഇലക്ട്രോണും എവിടെ നിന്ന് പറയും? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഓർക്കണം, ഊർജം കൂടി വരുന്ന ക്രമത്തിലാണ് ഇലക്ട്രോണുകൾ എന്നറിയുക. ആദ്യം എനർജി കുറഞ്ഞത് ഷെല്ലിൽ എന്താവും? ഇലക്ട്രോണുകൾ നിറയും. അതിൽ നിറഞ്ഞതിന് ശേഷം മാത്രമേ തൊട്ടടുത്തതിലേക്ക് പോകൂ. നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ഈ 2 ഇലക്ട്രോൺ ഉണ്ട്. കെയിൽ എത്ര എണ്ണം വരെ നിറയാം? 2 എണ്ണം നിറഞ്ഞൂടെ? അപ്പൊ ഈ കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ നിറയും? 2 എന്ന് പറയും. ഇതാണ് ഹീലിയത്തിന്റെ ഷെല്ലിലുള്ള ഇലക്ട്രോൺ വിന്യാസം. ഓക്കെ, നെക്സ്റ്റ് വരുന്ന നോക്കിക്കോ, നമ്മുടെ ലിഥിയം. അറ്റോമിക നമ്പർ എത്രയായിരുന്നു? 3. അറ്റോമിക നമ്പർ 3 ആണ് ലിഥിയത്തിന്റെ കേസ് വരും. എങ്ങനെ വരും? ലിഥിയത്തിൽ വരുമ്പോ 3 ഇലക്ട്രോണുകളിൽ 2 എണ്ണം എവിടെ നിറയും? കെ ഷെല്ലിൽ നിറയും. 1 ബാക്കിയുണ്ടല്ലോ, ആ ഒരു ഇലക്ട്രോൺ എവിടെ നിറയും? എല്ലിൽ നിറയും. ഓക്കെ ഓക്കെ, അടുത്തൊരു കേസ് നോക്കിക്കോ നിങ്ങള്. ഞാൻ ഫ്ലൂറിൻ എടുക്കാൻ പോവാണ്. ഫ്ലൂറിൻ അറ്റോമിക നമ്പർ 9 ആണ്. അറ്റോമിക നമ്പർ 9 ആണ് ഫ്ലൂറിൻ്റെ. നോക്കിക്കോ, 2 ഇലക്ട്രോണുകൾ എവിടെ നിറയും? 2 ഇലക്ട്രോണുകൾ കെ ഷെല്ലിൽ നിറയും. ബാക്കി എത്രയുണ്ട്? 7 ഇലക്ട്രോണുകൾ ഇല്ലേ? ആ 7ഉം ഇവിടെ പോയിട്ട് നിറയും? എല്ലിൽ നിറയും. എന്തേ? എല്ലിൽ മാക്സിമം എത്ര വരെ ആകാം? 8 എണ്ണം വരെ ആയിക്കൂടെ? അപ്പോൾ ബാക്കിയുള്ള 7 എണ്ണം എവിടെ നിറയും? എല്ലിൽ നിറയും. ഓക്കെ, എല്ലില് 2, 7 എന്നാണ് ഫ്ലൂറിൻ്റെത് വരും. അടുത്ത നിങ്ങൾ നോക്കിയാൽ അടുത്ത ആരെടുക്കാൻ പോവാണ്? ഞാൻ നിയോൺ എടുക്കുകയാണ്. നിയോണിന്റെ അറ്റോമിക നമ്പർ എത്രയാ? 10. നിയോണിന്റെ 10 എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോണുകൾ കെ ഷെല്ലില്, ബാക്കി എത്ര? 8 അല്ലേ? ആ 8ഉം എവിടെ നിറയും? എല്ല് നിറയും. അപ്പൊ കോൺഫിഗറേഷൻ ഇലക്ട്രോൺ വിന്യാസം എന്ത് വരും? 2, 8 എന്ന് വരും. ക്ലിയർ? ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ നോക്കാം.
അപ്പോൾ ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ഫ്ലൂറൻ, നിയോൺ ഒക്കെ ആയിട്ടുണ്ട്. അടുത്ത ഞാൻ എടുക്കുന്നത് എല്ലാ എക്സാമ്പിളും ചെയ്യുന്നില്ല, നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്തതാണ്. അടുത്ത ഞാൻ ഏതാ എടുക്കാൻ പോകുന്നത്? ക്ലോറിൻ വിചാരിച്ചു. ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണെന്ന് അറിയോ? 17 ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ. ഓക്കെ, 17. ഇലക്ട്രോൺ വിന്യാസം എഴുതിയാൽ ഇവിടെ 2 അല്ലേ? ഇതിനകത്ത് എത്ര വരും? 8. 8ഉം 2ഉം 10. ബാക്കി എത്രയുണ്ട്? 7 ഉണ്ട്. ആ 7 എണ്ണം ഇവിടെ നിറയും, എമ്മിൽ നിറയും. നിറഞ്ഞൂടെ? എമ്മിൽ 18 വരെ ആകാലോപ്പാ. അപ്പൊ എമ്മിൽ എത്ര നിറയും? എമ്മിൽ ബാക്കിയുള്ള 7 എണ്ണം. അപ്പൊ 2ഉം 8ഉം 10ഉം 7ഉം 17 വരും. ഇതാണ് ക്ലോറിൻ്റെ ഇലക്ട്രോൺ വിന്യാസം വരും. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ നിങ്ങൾ നോക്കിക്കോ. അടുത്തത് നോക്കുക. അടുത്ത ഞാൻ എടുക്കുന്നത് 2-3 എക്സാമ്പിൾ കൂടി നോക്കാം നമുക്ക്. അടുത്ത ഞാൻ നോക്കുന്നത് ഏതാ? ക്ലോറിൻ കഴിഞ്ഞ് വരുന്ന അടുത്ത ആളാണ് ആർഗൺ എന്ന് പറയുന്ന ആൾ. ആർഗണിന്റെ അറ്റോമിക് നമ്പർ എത്രയാണെന്ന് അറിയോ? 18. ഓക്കെ, ഇതുപോലെ എങ്ങനെ ഇലക്ട്രോൺ വിന്യാസം വരും? കെയില് 2, എല്ലില് 8. നിങ്ങൾ പറഞ്ഞു നോക്കിക്കോ, കിട്ടും, എളുപ്പമാണ്. 2, 8, 10. ബാക്കി എത്രയുണ്ട്? 8. ആ 8ഉം ഏതിൽ തന്നെ നിറയും? ഇതിൽ തന്നെ നിറയും. ശരിയല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, യെസ്. അപ്പൊ ഇങ്ങനെയാണ് ആർഗണിന്റെ ഇലക്ട്രോൺ വിന്യാസം വരും. അടുത്തത് ഏതാണ്? ആർഗൺ കഴിഞ്ഞാൽ വരുന്ന അടുത്ത എലമെന്റ് ആണ് നമ്മുടെ പൊട്ടാസ്യം എന്ന് പറയുന്ന ആള്. പൊട്ടാസ്യത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാ? 19. പൊട്ടാസ്യത്തിന്റെ അറ്റോമിക് നമ്പർ 19. ഓക്കെ, ഇതുപോലെ നമ്മൾ എഴുതിയാല് എങ്ങനെ ഇലക്ട്രോൺ വിന്യാസം കിട്ടുക? കെയില് 2, എല്ലില് 8. 8 2 10 ബാക്കി 9 ഇല്ലേ? നമ്മൾ പറഞ്ഞത് പ്രകാരം എമ്മിൽ 18 എണ്ണം വരെ നിറഞ്ഞൂടെ? അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ എത്ര എഴുതും? 2ഉം 8ഉം 10. ബാക്കിയുള്ള 9ഉം ഇവിടെ എഴുതാലോ. എഴുതിക്കൂടെ? എഴുതാം. പക്ഷെ അത് തെറ്റാണ്. ഓക്കെ ആണല്ലോ? ഈ രീതി ഫോളോ ചെയ്താൽ പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം 2, 8, 9 എന്ന് നിങ്ങൾ എഴുതും. ആ സംഭവം എന്താണ്? തെറ്റാണ്. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. അവിടെ നിന്നാണ് അപ്പോൾ നിങ്ങൾ ഈ തിയറി ഏതാണ്? ബോറല്ലേ പഠിച്ച് പറഞ്ഞത് കാര്യങ്ങൾ? ഷെല്ലുകൾ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ബോർ തിയറിയാണ് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചത്. അപ്പൊ ഇതിന്റെ ഒരു ന്യൂനതയാണ് ഈ കാര്യം. അതിൽ നിന്നാണ് എന്ത് വരുന്നത് അറിയാം? ഓരോ ഷെല്ലിലും വ്യത്യസ്ത ഊർജ നിലകളുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഓരോ ഷെല്ലിനകത്തും ഡിഫറെന്റ് എനർജി ലെവൽസ് ഉണ്ട്. ആ കൺസെപ്റ്റിലേക്കാണ് പിന്നീട് പോയത്. ഓക്കെ ആണല്ലോ? അതായത് ഉപ ഊർജ നിലകൾ അല്ലെങ്കിൽ സബ് ഷെല്ലുകൾ, അല്ലെങ്കിൽ അവരെ നമ്മൾ വിളിക്കുക ഓർബിറ്റലുകൾ എന്നാണ് വിളിക്കുക. ഓർബിറ്റലുകൾ എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഏതൊക്കെ ഓർബിറ്റലുകളാണ് അല്ലെങ്കിൽ ഏതൊക്കെ സബ് ഷെല്ലുകളാണ് ഓരോ ഷെല്ലിനകത്തും ഉള്ളത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ ഈ കാര്യങ്ങൾ ഓർത്ത് നോക്കണം. ഷെല്ലിന്റെ ഊർജം കൂടി വരുന്ന ക്രമം K less than, L less than, M less than എന്ന് വരും. കെയിൽ പരമാവധി 2 എണ്ണം നിറയും, എല്ലിൽ പരമാവധി 8 എണ്ണം നിറയും, എമ്മിൽ പരമാവധി 18 എണ്ണം നിറയും, അവസാനത്തെ എന്നിൽ പരമാവധി 32 എണ്ണം വരെ നിറയും. ഓക്കെ ആണല്ലോ? ഓക്കെ, യെസ്. അപ്പോൾ നോക്കാം. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന കാര്യം എന്താണ്? സബ് ഷെൽ. സബ് ഷെൽ എന്ന് പറയുന്നതാണ് നമ്മൾ എങ്ങനെയാ പറയാ? ഉപഷെല്ലുകൾ. ഉപഷെല്ലുകൾ എന്ന് പറയും അല്ലേ? ഉപഷെല്ലുകൾ എന്ന് പറയും. ഓക്കെ, അപ്പൊ അതിലേക്ക് കടക്കുമ്പോൾ നമുക്ക് വേണ്ടത് 4 ഉപഷെല്ലുകളാണ് നമ്മൾ പഠിക്കാനുള്ളത്. അതൊന്ന് എസ് സബ്ഷെൽ എന്ന് പറയും, രണ്ടാമത്തത് പി സബ്ഷെൽ എന്ന് പറയും, മൂന്നാമത്തത് ഡി സബ്ഷെൽ എന്ന് പറയും, നാലാമത്തത് എഫ് സബ്ഷെൽ എന്ന് പറയും. അത് 4 ഇംഗ്ലീഷ് വേർഡ് എന്നാണ് ആ കാര്യം വന്നത്. ഷാർപ്പ് എന്നാണ് എസ് എന്ന് വരുന്നത്. ഷാർപ്പ് എന്ന വേർഡിൽ നിന്നാണ് എസ് എന്ന് വരുന്നത്. പ്രിൻസിപ്പൽ എന്നതിൽ നിന്നാണ് പി എന്ന് വരുന്നത്. ഡിഫ്യൂസ്ഡ് എന്നതിൽ നിന്നാണ് ഡി എന്ന ഇത് വരിക. ഫണ്ടമെന്റൽ എന്നതിൽ നിന്നാണ് എഫ് എന്ന് വരുന്നത്. അത് നമുക്ക് ആവശ്യമില്ല. അപ്പൊ എസും പിയും ഡിയും എഫും ആണ് നമുക്ക് പഠിക്കാനുള്ള സബ്ഷെല്ലുകൾ അല്ലെങ്കിൽ ഉപഷെല്ലുകൾ. ഓക്കെ ആണല്ലോ? ക്ലിയർ? ഇനി ഓരോന്നിലുള്ള ഉപഷെല്ലുകൾ നോക്കുന്നതിന് മുമ്പ് ഈ ഉപഷെല്ലുകളിൽ
മാക്സിമം എത്ര ഇലക്ട്രോണുകൾ നിറയുമെന്നൊന്ന് പഠിച്ചു നോക്കുക. അതെങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ നിങ്ങൾ ഹയർ സെക്കൻഡറി ലെവലിൽ നിങ്ങൾ പഠിക്കും. ഇപ്പോൾ ജസ്റ്റ് പഠിച്ചു നോക്കുക. എസ് ഉപഷെല്ലിൽ അല്ലെങ്കിൽ എസ് ഓർബിറ്റൽ ഇതിനകത്ത് പരമാവധി 2 നിറയാം. എസില് 2. പിയിൽ പരമാവധി എത്ര നിറയാന്നറിയോ? 6 നിറയാം. ഡിയിൽ പരമാവധി 10, എഫിൽ പരമാവധി 14. ജസ്റ്റ് 4 കൂട്ടി പോയാൽ മതി. ഒന്നുകൂടി നോക്കുക. എസിൽ മാക്സിമം 2 ഇലക്ട്രോൺ, പിയിൽ മാക്സിമം 6 ഇലക്ട്രോൺ, ഡിയിൽ 10 ഇലക്ട്രോൺസ്, എഫിൽ മാക്സിമം 14 ഇലക്ട്രോൺസ്. ഇതാണ് ഓരോ സബ്ഷെല്ലിലും എന്താണ് ഉൾക്കൊള്ളാൻ പറ്റുന്ന മാക്സിമം ഇലക്ട്രോണുകളുടെ എണ്ണം. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ എസില് ഇനി ഈ കാര്യമാണ്. എസിൽ എത്രയാണ്? 2. പിയിൽ പരമാവധി 8, പിയിൽ പരമാവധി 6, ഡിയിൽ പരമാവധി 10, എഫിൽ പരമാവധി 40. ഈ കാര്യം നമുക്ക് വേണം, എന്നാലേ അടുത്ത സ്റ്റെപ്പ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ? യെസ്. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത് ഓരോ ഷെല്ലിലുള്ള ഉപഷെല്ലുകൾ ആരൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഞാനത് മാർക്ക് ചെയ്യാണ്. ഫസ്റ്റ് ഷെല്ല് കെ, പിന്നെ ആരാണ്? എൽ ഉണ്ട്, എം ഉണ്ട്, പിന്നെ ആരുണ്ട്? എൻ ഉണ്ട്. ഓക്കെ. കെ എന്ന് പറയുന്നത് എത്രാമത്തെ ഷെല്ലാണ്? 1ാമത്തെ ഷെൽ. എൽ എന്ന് പറയുന്നതോ 2ാമത്തത്. എം എന്ന് പറയുന്നതോ 3ാമത്തത്. എൻ എന്ന് പറയുന്നത് 4ാമത്തെ ഷെൽ. ഓക്കെ. അപ്പൊ ഞാൻ അവിടെ നോട്ട് ചെയ്യാണ്. നോക്കിക്കോ. ഇതിനകത്ത് ആരൊക്കെ ഉണ്ടാകാം? എസ് ഉണ്ടാകാം, പിന്നെ ആരുണ്ടാകാം? പി ഉണ്ടാകാം, ഡി ഉണ്ടാകാം, എഫ് ഉണ്ടാകാം. ഓക്കെ. ഇതിലും ആരൊക്കെ ഉണ്ടാകാം? എസ് ഉണ്ടാകാം, പി ഉണ്ടാകാം, ഡി ഉണ്ടാകാം, എഫ് ഉണ്ടാകാം. ഓക്കെ. ഇതിലും എസ് ഉണ്ടാകാം, പി ഉണ്ടാകാം, ഡി ഉണ്ടാകാം, എഫ് ഉണ്ടാകാം. ഓക്കെ. അവസാനത്തെ എന്നിലും ആരൊക്കെ ഉണ്ടാകാം? എസും പിയും ഡിയും എഫ് ഉണ്ടാകാം. ഓക്കെ. ഞാൻ വിട്ടുപോയൊരു കാര്യം, ഉപഷെല്ലുകളുടെ ഊർജം കൂടി വരുന്ന ക്രമം കൂടി നമുക്കറിയാം. ഓക്കെ. നേരത്തെ KLMN പറഞ്ഞതുപോലെ ഉപഷെല്ലുകളുടെ ഊർജം കൂടി വരുന്ന ക്രമം എസ് ലെസ് ദാൻ, പി ലെസ് ദാൻ, ഡി ലെസ് ദാൻ, എഫ് എന്നാണ്. അപ്പൊ ഏറ്റവും എനർജി കുറഞ്ഞ സബ്ഷെൽ ഏതാണ്? എസ്. പിന്നെ ആരാണ്? പി. പിന്നെ ഡി. പിന്നെ ആരാണ്? എഫ് ആണ്. ക്ലിയർ അല്ലേ? ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്നും ഇല്ല അറിയില്ലെങ്കിൽ നമുക്ക് ഇലക്ട്രോൺ വിന്യാസം ബുദ്ധിമുട്ടാവും എഴുതാൻ വേണ്ടിയിട്ട്. ക്ലിയർ? ഓക്കെ. നോക്കിക്കോ. കെ ഷെല്ലിൽ പരമാവധി 2 ഇലക്ട്രോൺ അല്ലേ? എല്ലിൽ പരമാവധി 8. ഓക്കെ. എമ്മിൽ പരമാവധി 18, എന്നിൽ പരമാവധി 32 നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഓരോ ഷെല്ലിലുള്ള ഇലക്ട്രോണുകൾ എവിടെ നിറഞ്ഞിട്ടുണ്ടാവുക? ഷെല്ലുകളിലല്ല, ഷെല്ലുകളിലുള്ള സബ്ഷെല്ലുകളിലാണ് ശരിക്കും ആരുള്ളത്? ഇലക്ട്രോണുകൾ ഉള്ളത്. ആ ഇലക്ട്രോണുകൾ നിറയുന്നത് എന്തിന്റെ ക്രമത്തിലാണ്? ഊർജം കൂടി വരുന്ന ക്രമത്തിലാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ആദ്യം ഏത് സബ്ഷെല്ലിൽ ഇലക്ട്രോൺ നിറക്കണം? എസിൽ. പിന്നെ പി. പി നിറഞ്ഞിട്ടേ ഡി നിറയാൻ പറ്റും. ഡി നിറഞ്ഞിട്ടേ ഏതിൽ നിറയൂ? എഫിൽ നിറയും. ഇതാണ് നമുക്ക് വേണ്ട പോയിന്റ്. ക്ലിയർ അല്ലേ? അപ്പൊ കെയിൽ പരമാവധി 2 ഇലക്ട്രോൺ അല്ലേ നിറക്കാൻ പറ്റൂ? ആ 2 ഇലക്ട്രോൺ ഏടെ നിറയും? പറ. ആ 2 ഇലക്ട്രോൺ ഏടെ നിറയും? എസിൽ നിറയും. അപ്പൊ എസിൽ എത്ര ഇലക്ട്രോൺ നിറഞ്ഞു? 2 ഇലക്ട്രോൺ. ക്ലിയർ അല്ലേ? അപ്പൊ കെ ഷെൽ എടുക്കുകയാണെങ്കിൽ പിയിലും ഡിയിലും എഫിലും ഇലക്ട്രോൺസ് ഉണ്ടാ? ഇല്ല. ക്ലിയർ ആണോ? ഉറപ്പല്ലേ? ഓക്കെ. ഇനി രണ്ടാമത് നോക്കിക്കോ. എല്ലില് 8 വരെ നിറയാം. 2 ഏടെ നിറയും? എസിൽ. ശരിയല്ലേ? ബാക്കി 6 ഇല്ലേ? ആ 6 ഏടെ നിറയും? പിയിൽ നിറയും. അപ്പോ അടുത്ത ആരൊക്കെയാണ്? ഡി ഉണ്ട്, എഫ് ഉണ്ട്. ഈ രണ്ടിലും ആരില്ല? ഇലക്ട്രോൺ ഇല്ല. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾ എം നോക്കിയേ. 18 ഇലക്ട്രോണുകൾ നിറക്കണം. എസിൽ എത്ര എണ്ണം? 2 എണ്ണം. പിയിൽ എത്ര എണ്ണം വരെ ആകാം? 6 എണ്ണം. 2ഉം 6ഉം 8. ബാക്കി എത്രയുണ്ട്? 10 എണ്ണം കൂടി നിറയണ്ടേ? 10 എണ്ണം കൂടി നിറയണ്ടേ? ഡി അല്ലേ? ഡിയിൽ എത്ര വരെ നിറയാം? 10 എണ്ണം വരെ നിറയാം. അപ്പൊ ഡിയില് ബാക്കി 10ഉം ഡിയിൽ നിറയുമെന്ന് വിചാരിച്ചു. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഏതിൽ ഇലക്ട്രോണുകൾ ഉണ്ടാവില്ല? എഫില് ഇലക്ട്രോണുകൾ ഉണ്ടാവില്ല. ഓക്കെ ആണല്ലോ? ഇതിന് അവസാനത്ത് നിങ്ങൾ നോക്കിക്കോ. 32 ഇലക്ട്രോണുകൾ നിറയണം എന്നിൽ.
രണ്ടെണ്ണം എസിലും 6 എണ്ണം പിയിലും 10 എണ്ണം ഡിയിലും നിറയും. അപ്പോൾ എത്ര എണ്ണമായി? 10ഉം 16ഉം 18 എണ്ണമായി. ബാക്കി എത്രയുണ്ട്? 14 നിറയണ്ടേ? ആ 14 എണ്ണം വേറെ നിറയാം, എഫിൽ നിറയാം. അപ്പൊ എഫിൽ എത്ര ഇലക്ട്രോണുകൾ നിറയും? 14 എണ്ണം നിറയും. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത് നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റിയത്? ഒന്നാമത്തെ ഷെല്ലില് ഒരു സബ് ഷെല്ല് മാത്രം, അതാരാണ്? എസ് സബ് ഷെൽ. ശരിയല്ലേ? രണ്ടാമത്തെ ഷെല്ലില് രണ്ടെണ്ണം ഉണ്ട്, എസും പിന്നെ ആരുണ്ട്? പി ഉണ്ട്. എസ് ഉണ്ട്, പി ഉണ്ട്. മൂന്നാമത്തതിൽ ആരൊക്കെയുണ്ട്? എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്. ഓക്കെ. നാലാമത്തിൽ ആരൊക്കെയുണ്ട്? എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്, എഫ് ഉണ്ട്. അതായത് ഒന്നാമത്തെ ഷെല്ലില് ഒരു സബ് ഷെൽ, രണ്ടാമത്തതിൽ രണ്ടെണ്ണം, മൂന്നാമത്തതില് 3 എണ്ണം, നാലാമത്തതില് 4 എണ്ണം. ഇനി അഞ്ചാമത്തെ ഷെല്ലാണെങ്കിൽ ആ ഷെല്ലിൽ എത്ര സബ് ഷെല്ലുകൾ ഉണ്ടാവും? 5 എണ്ണം ഉണ്ടാവും. ആറാമത്തെ ഷെല്ലാണെങ്കിലോ അവിടെ 6 സബ് ഷെല്ലുകൾ ഉണ്ടാവും. ഓക്കെ. ഇനി ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാത്തിലും കോമൺ ആയി വരുന്ന സബ് ഷെൽ ഏതാ? അത് പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കുന്നതാണ്. എല്ലാ ഷെല്ലുകളിലും കാണപ്പെടുന്ന സബ് ഷെൽ ഏതാണ്? ഏതാണ് നോക്കിക്കോ. എസ് 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 എസ്, എല്ലാത്തിലും എസ് ഇല്ലേ? അപ്പൊ ആരാത്? എസ് ആണ്. എല്ലാത്തിലും എല്ലാ ഷെല്ലിലും കാണപ്പെടുന്ന ഓർബിറ്റൽ അല്ലെങ്കിൽ സബ് ഷെൽ ആരാണ്? എസ് ആണ്. ഓക്കെ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സബ് ഷെല്ലുകളിലാണ് ഇലക്ട്രോണുകൾ നിറയുന്നത് ആണ്. അങ്ങനെയല്ല നമ്മൾ പഠിച്ചത്. സബ് ഷെല്ലുകളിലാണ് ഇലക്ട്രോണുകൾ നിറയുന്നത്. ആദ്യം ഞാനൊന്ന് പറഞ്ഞു, ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ, ഇലക്ട്രോൺ വിന്യാസം ചെയ്യുമ്പോൾ പൊട്ടാസ്യത്തിന്റെ കേസ് പറഞ്ഞപ്പോൾ അത് തെറ്റായിട്ടാണ് വന്നത്. അപ്പോൾ എന്ത് മനസ്സിലാക്കാൻ സാധിച്ചു? ഷെല്ലുകൾക്കകത്ത് ആരുണ്ട്? ഉപഷെല്ലുകളുണ്ട്. ഓക്കെ. ആ ഉപഷെല്ലുകൾ അല്ലെങ്കിൽ സബ് ഷെല്ലുകളിലാണ് ആര് ശരിക്കും നിറയുന്നത്? ഇലക്ട്രോൺ നിറയുന്നത്. ഏത് ക്രമത്തിൽ? ഊർജം കൂടി വരുന്ന ക്രമത്തിൽ. ഓക്കെ. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇത് ഒന്നാമത്തെ ഷെല്ലിലുള്ള സബ് ഷെൽ അല്ലേ? ആ ഒന്നാമത്തെ ഷെല്ലിനെ സൂചിപ്പിക്കാൻ ഇതിന്റെ ഇടത് ഭാഗത്ത് നമ്മൾ എന്ത് എഴുതുന്നറിയോ? 1 എന്ന് എഴുതും. അപ്പൊ അതിന് നമ്മൾ 1s എന്ന് വായിക്കും. തിരിഞ്ഞോ? അപ്പൊ 1s എന്ന് പറഞ്ഞാല് ഒന്നാമത്തെ ഷെല്ലിലുള്ള എസ് സബ് ഷെല്ലാണ്. അപ്പൊ ഈ എസിന്റെയും പിന്റെയും ഇടത് ഭാഗത്ത് എത്ര എഴുതേണ്ടി വരും? നോക്ക്, രണ്ടാമത്തെ ഷെല്ലല്ലേ? അപ്പൊ ഇടത് ഭാഗത്ത് ഇത് 2 എന്ന് എഴുതണം, ഇതിന്റെ ഇടത് ഭാഗത്ത് 2 എന്ന് എഴുതണം. അപ്പൊ 2s and 2p എന്ന് വരും രണ്ടാമത്തെ ഷെൽ. മൂന്നാമത്തെ അപ്പോൾ എങ്ങനെ വരിക? 3s 3p, പിന്നെ എന്ത് വരും? 3d എന്ന് വരും. പിന്നെ ഏതാ വരിക? നാലാമത്തത് വരുമ്പോൾ 4s 4p 4d 4f എന്ന് വരും. ഓക്കെ. ഇങ്ങനെയാണ് നമ്മളെ ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ. ഈ വർഷം നമുക്ക് ഇത്രയും ആവശ്യമുള്ളൂ. ഇത്രയും സബ് ഷെല്ലുകൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഓക്കെ. അപ്പൊ ഇത്രയും ആൾക്കാർ നമ്മൾ അറിയണം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സബ് ഷെല്ലുകളിലാണ് ശരിക്കും ആര് നിറയുന്നത്? ഇലക്ട്രോണുകൾ നിറയുന്നത്. ഏത് ക്രമത്തില്? ഊർജം കൂടി വരുന്ന ക്രമത്തിൽ. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഊർജം കൂടി വരുന്ന ക്രമം അറിയണ്ടേ? ഓക്കെ. അതിന് ചില നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് ഇപ്രാവശ്യം നിങ്ങൾ പഠിക്കും, പിന്നീട് അതൊക്കെ പഠിക്കും. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മള് എനർജി കൂടി വരുന്ന ക്രമം എഴുതാൻ വേണ്ടിയിട്ട് ഒരു ഡയഗ്രം ഉണ്ട്. ആ ഡയഗ്രത്തിന് ഹാഫ് ബാർ ഡയഗ്രം എന്നൊക്കെ വിളിക്കും. അതൊന്നും നിങ്ങൾക്ക് ടെക്സ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല, അതിലേക്കൊന്നും പോകണ്ട. ഞാൻ ആ ഡയഗ്രം ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ. അപ്പൊ ഞാൻ എഴുതുകയാണ്. ആദ്യത്തെ ഷെൽ ഏതാണ്? കെ ഷെൽ അല്ലേ? അവിടെയുള്ള ആരാണ്? 1s. രണ്ടാമത്തതോ 2s, പിന്നെ ആര് വരും? 2p. അടുത്തേത് വരും 3s 3p, പിന്നെ ആര് വരും? 3d. പിന്നെ ആരാ വരിക? 4s 4p 4d 4f. ഓക്കെ. അടുത്ത ആര് വരും? 5s 5p 5d 5f. അടുത്തൊരാളുണ്ട്, നമ്മളത് പഠിക്കുന്നില്ല. ഓക്കെ. 5f നമ്മൾ എഫ് വരെ എഴുതിയാൽ മതി എല്ലാവർക്കും. ഇത് ഒന്നാമത്തത്, രണ്ടാമത്തെ ഷെല്ല്, മൂന്നാമത്തെ ഷെല്ല്, നാലാമത്തെ ഷെല്ല്, അഞ്ചാമത്തെ ഷെല്ല്. ഓക്കെ. ആറാമത്തതിൽ ആരൊക്കെ ഉണ്ടാവും? ഇപ്പോൾ 6s 6p ഉണ്ടാവും, 6d ഉണ്ടാവും, 6f ഉണ്ടാവും. അടുത്തതിലോ 7s 7p ഉണ്ട്, 7d ഉണ്ട്, 7f ഉണ്ട്. അടുത്തതോ 8s 8p ആയിരിക്കും, 8d ആയിരിക്കും, 8f. അടുത്ത ആളുണ്ട്. ഓക്കെ. നമുക്കറിയില്ല, നമുക്കത് ഇപ്പോൾ ആവശ്യമില്ല. നമ്മൾ ഈ 4 എണ്ണം മാത്രമേ പഠിക്കുന്നുള്ളൂ.
ഓക്കെ, അപ്പൊ ശരിക്കും അഞ്ചാമത്തതില് 5F ശേഷം ഒരാൾ വേണ്ടേ? ആറാമത്തതില് അതിനുശേഷം 2 എണ്ണം വേണം. നമ്മളത് എഴുതേണ്ട ആവശ്യമില്ല, നമുക്കത് അറിയില്ല, നമ്മളത് പറയുന്നില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഞാനിവിടെ നോട്ട് ചെയ്യുന്നില്ല. ഒന്നിങ്ങനെ എഴുതി നോക്കുക. ഇനി ഇതിനെ ഊർജം കൂടി വരുന്ന ക്രമത്തിൽ നമ്മൾ അറേഞ്ച് ചെയ്യണം അല്ലേ? അത് ഈ രീതിയിൽ ചെയ്താൽ മതി. അതായത് ടെക്സ്റ്റിൽ ഉള്ളതുപോലെ ഞാൻ ചെയ്യുന്നില്ല, ഞാൻ കുറച്ചും കൂടി എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്യാണ്. നമ്മൾ 1s തുടങ്ങുകയാണ് ഈ രീതിയിൽ. ഞാൻ ഇങ്ങോട്ടേക്ക് കയറാൻ മതി. 1s ഇവിടുന്ന് തുടങ്ങിയാൽ മതി. അതിനുശേഷം വരുന്ന ആരാന്നറിയോ? ഈ രീതിയിൽ ക്രോസ് ചെയ്യാം 2s. ഓക്കെ, അതിനുശേഷം എപ്പോഴും മുകളിൽ നിന്ന് താഴത്തേക്ക് കേട്ടോ, മുകളിൽ നിന്ന് താഴത്തേക്ക് ഏറോ മാർക്കിനനുസരിച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വരയുടെ ഇട്ട് കൊടുക്കുക. അതായത് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വേണ്ടാണ്ടാണ് ഞാൻ അത് ഒഴിവാക്കിയത്. ഓക്കെ, അപ്പൊ നോക്കിക്കോ. 1s 2s പിന്നെ അത് വരും 2p 3s പിന്നെ അത് വരും 3p 4s പിന്നെ അത് വരും 3d 4p 5s പിന്നെ അത് വരും 4d 5p 6s പിന്നെ അത് വരും 4f 5d 6p 4 7s അങ്ങനെ വരും. ഓക്കെ, നമുക്കിതെല്ലാം ഒന്നും ആവശ്യമില്ല. ഒന്ന് നോക്കിക്കോ. 1s പിന്നെ അത് വരും 2s 2p 3s പിന്നെ അത് വരിക 3p 4s പിന്നെ അത് വരിക 3d 4p 5s പിന്നെ അത് വരും 4d 5p 6s. ടെക്സ്റ്റിനകത്ത് ഈ ഡയഗ്രം ഉണ്ട്, നിങ്ങൾക്ക് ഞാൻ ചെയ്തതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്കിത് എല്ലാം ആവശ്യമില്ലാത്തത് കൊണ്ട് നമുക്ക് ആവശ്യമുള്ള കേസ് മാത്രം. ഓക്കെ, ഒരു 5 ഷെല്ലുകൾ വെച്ച് നമുക്ക് ചെയ്യാം. അത്രയും ആവശ്യമുള്ളൂ നമുക്ക് ഈ പ്രാവശ്യം. അപ്പോൾ നോക്കിക്കോ. 1s ആദ്യത്തത്, രണ്ടാമത്തത് 2s 2p പിന്നെയോ 3s 3p 3d പിന്നെ ആരാണ് 4s 4p 4d പിന്നെ ആര് വരും 4f. ഓക്കെ, ഈ 4 ഷെല്ലുകൾ വെച്ച് നമുക്ക് പറയാം. അത്ര പോലെ മതി. ബാക്കി നിങ്ങൾ ടെക്സ്റ്റ് നോക്കിയിട്ട് ഒന്ന് ഫോളോ ചെയ്യാം. ഓക്കെ ആണല്ലോ? അപ്പൊ ഏറ്റവും ഊർജം കുറഞ്ഞത് ആരാണ്? 1s പിന്നെ ആര് വരും 2s പിന്നെ ആര് വരും 2p 3s പിന്നെ ആര് വരിക 3p ആര് വരും 4s. ഓക്കെ, പിന്നെ ആര് വരുക? ഇടാറുണ്ട് 5s ഉണ്ട്, 5p ഉണ്ട്, 5d ഉണ്ട്, 5f ഉണ്ട്. അപ്പൊ 4sന് ശേഷം ആര് വരും? 3d 4p 5s അങ്ങനെ പോകും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഞാനിവിടെ അറേഞ്ച് ചെയ്യാണ്. ഇതൊന്നും കൂടി നമുക്ക് ആവശ്യമുള്ള രീതിയിൽ മാത്രം എഴുതാണ്ട് പോവാണ്. നോക്കുക. 1s ആദ്യം, പിന്നെ ആരാണ്? 2s, അതിനുശേഷം ആരാണ്? 2p അല്ലെ? 1s 2s 2p പിന്നെ ആരാ വരുക? 1s 2s 2p പിന്നെ ആര് വരും? 3s 2pക്ക് ശേഷം 3s പിന്നെ ആരാണ്? 3p 3p അതിനുശേഷം ആരാണ്? 3pക്ക് ശേഷം 4s ആണ് വരിക. 3pക്ക് ശേഷം 4s ആണ്. 4sന് ശേഷം ആര് വരും? 3d വരും. 4sന് ശേഷം വരുന്നത് 3d. ഇത്രയും കാര്യങ്ങൾ ഉണ്ടായാൽ നിങ്ങൾക്ക് ഈ വർഷം നിങ്ങളുടെ എലമെന്റുകളുടെ എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്യാൻ പറ്റും. ഈ വർഷമുള്ള ആൾക്കാരൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒന്ന് പറഞ്ഞേ, സബ്ഷെല്ലുകളുടെ ഊർജം കൂടി വരുന്ന ക്രമം എങ്ങനെ ശ്രദ്ധിക്കേണ്ടത്? 1s 2s 2p പിന്നെ ആരാണ്? 3s 3p 4s 3d. ഓക്കെ ഓക്കെ, നമ്മൾ നോക്കിക്കോ. ഒന്നുകൂടിയും അത് വ്യക്തമാക്കി തരാം. ശരിക്കും ആദ്യത്തെ ഷെല്ലിൽ 1s അല്ലേ? രണ്ടാമത്തതില് 2s 2p ആണല്ലോ. മൂന്നാമത്തതില് 3s 3p 3d ആണല്ലോ. അടുത്തതിലല്ലേ 4s ഇങ്ങനല്ലേ വരിക? ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഷെല്ലുകളുടെ സബ് ഷെല്ലുകളുടെ ശരിയായ പൊസിഷൻ എങ്ങനെ തന്നെയാണുള്ളത്? ആദ്യം 1s ആണ് ഉള്ളത്, പിന്നെ 2s പിന്നെ 2p. ഓക്കെ, 3s 3p 3d ഇതാണ് സബ് ഷെല്ലുകളുടെ ക്രമം. ഇനി നമ്മൾ പറഞ്ഞ കാര്യം നോക്കൂ നിങ്ങൾ. ഇവിടെ നമ്മുടെ എനർജി കൂടി വരുന്ന ക്രമത്തിൽ നമ്മൾ ഇങ്ങനെ സാധാരണ ഇങ്ങനെ പറഞ്ഞാൽ 1s 2s 2p 3s 3p 3d 4s ഇങ്ങനെയല്ലേ വരേണ്ടത്. പക്ഷെ ഊർജം കൂടി വരുന്ന ക്രമം എഴുതിയപ്പോൾ എന്താ സംഭവിച്ചത്? 3dനേക്കാളും ഊർജം ആർക്ക് കുറവാണ്? 4sന് കുറവാണ്. ശ്രദ്ധിക്കണം, ശരിക്കും 3dയുടെ പൊസിഷൻ എവിടെയാണ്? 4sന്റെ തൊട്ട് ബാക്കിലാണ് പൊസിഷൻ. പക്ഷേ 4sന്റെ എനർജി ആരെക്കാളും കുറവാണ്? 3dനേക്കാളും കുറവാണ്. തിരിയുന്നുണ്ടോ?
ഓക്കെ, അപ്പോൾ നമ്മൾ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ അത് നമുക്ക് ഒന്നുകൂടി നോക്കാം. ഓക്കെ, അപ്പോൾ ഒന്ന് പറഞ്ഞേ ഊർജ്ജം കൂടി വരുന്ന ക്രമം. 1s 2s 2p 3s 3p 4s 3d. 1s 2s 2p 3s 3p പിന്നെ 4s 3d എന്നാണ് വരും. ഓക്കെ, അപ്പോൾ ഈ ഇലക്ട്രോൺ വിന്യാസത്തിലേക്ക് നമുക്ക് പോവാം അല്ലേ. ഏത് ഇലക്ട്രോൺ വിന്യാസത്തിലേക്ക്? സബ്ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലേ. സബ്ഷെലിനകത്തുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സബ്ഷെലിനകത്തുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ, അപ്പോൾ 1s 2s 2p 3s 3p 3d 4s ഇത്രയാണ് വേണ്ടത്. എസിൽ 2 എണ്ണം നിറയും, പിയിൽ 6 എണ്ണം നിറയും, ഡിയിൽ 10 എണ്ണം നിറയും, എഫിൽ പരമാവധി 14 എണ്ണം നിറയും. ആ പോയിന്റ് ഒന്ന് ഓർത്ത് വെച്ചോ. ഇനി കുറച്ച് എക്സാമ്പിൾ ഒന്നും ചെയ്തു നോക്കാം. ആദ്യത്തത് ആരാണ്? ഹൈഡ്രജൻ. അറ്റോമിക് നമ്പർ 1. അതിന്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ വരിക? 1 ഏറ്റവും ഊർജ്ജം കുറഞ്ഞത് 1s അല്ലേ. അപ്പൊ 1sലാണ് ഇലക്ട്രോൺ എന്നറിയോ? എത്ര ഇലക്ട്രോൺ? ഒന്നല്ലേ ഉള്ളൂ. എസിൽ 2 എണ്ണം നിറഞ്ഞൂടെ? അപ്പൊ ആ ഒരു ഇലക്ട്രോൺ എവിടെ നിറയും? 1s. അപ്പം ഹൈഡ്രജന്റെ ഇലക്ട്രോൺ വിന്യാസം എന്താ വരിക? 1s1. അടുത്ത് നോക്കാം നമ്മൾ ഹീലിയം. എന്താ ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ? 2. എന്താ വരിക? 1s2 എന്ന് വരും. ശരിയല്ലേ? അടുത്തവരാണ് ഹീലിയം കഴിഞ്ഞാൽ ആരാ? ലിഥിയം. അറ്റോമിക് നമ്പർ 3. 1sൽ 2 ഇലക്ട്രോൺ നിറഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ഒരേ ഇലക്ട്രോൺ എവിടെ നിറയും? അടുത്ത ആരാണ്? 1sന് ശേഷം 2s. അപ്പോൾ 2s1 എന്ന് വരും. 1s2 2s1. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തത് ലിഥിയം കഴിഞ്ഞാൽ ആരാണ്? ബെറിലിയം. അറ്റോമിക് നമ്പർ 4. എങ്ങനെ വരും? 1s2 പിന്നെ ആര് വരും? 2s2 എന്ന് വരും. അടുത്തൊരു എക്സാമ്പിൾ ഞാൻ എഴുതുന്നത് കാർബൺ. അറ്റോമിക് നമ്പർ 6. 1s2 2s2. 4 ഇലക്ട്രോൺ നിറഞ്ഞു, ബാക്കി എത്രയുണ്ട്? 2. ആ 2 എണ്ണം എവിടെ നിറയും? ഈ പിയിൽ. അപ്പൊ കോൺഫിഗറേഷൻ എങ്ങനെ? ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ വരും? 2p2 1s2 2s2 2p2. ശരിയല്ലേ? യെസ്. കാർബൺ കഴിഞ്ഞാൽ അടുത്ത് ഞാൻ ഒരു എക്സാമ്പിൾ എടുക്കുന്നത് ഫ്ലൂറിൻ എടുക്കുകയാണ്. അറ്റോമിക് നമ്പർ 9. നോക്കിക്കോ. 1s2 2s2 ബാക്കി 5 ഇലക്ട്രോൺ ഉണ്ട് അല്ലേ. 4 എണ്ണം ഈ 2sൽ നിറഞ്ഞു, ബാക്കി 5 എണ്ണം ഉണ്ട്. അടുത്ത ആരാണ്? 2p അല്ലേ. പിയിൽ എത്ര എണ്ണം വരെ നിറയാം? 6 എണ്ണം വരെ നിറയാം. പക്ഷെ നമുക്ക് ശരിക്കും എത്രയും നടക്കുള്ളൂ? 5 എണ്ണല്ലേ നടക്കുള്ളൂ. ആ 5ഉം എവിടെ നിറയും? 2p. ഓക്കെ, അടുത്തത് അറ്റോമിക് നമ്പർ 10 ആയ ആളാണ് നിയോൺ. നോക്കിക്കോ. 1s2 2s2 എന്ത് വരും? 2p6 എന്ന് വരും. ഓക്കെ, അടുത്ത് ഞാനൊരു എക്സാമ്പിൾ എടുക്കുന്നത് മഗ്നീഷ്യം. അറ്റോമിക് നമ്പർ മഗ്നീഷ്യത്തിന്റെ 12 ആണ്. 1s2 2s2 2p6 എത്രയായി? 4 6 10. 2pക്ക് ശേഷം വരുന്ന ആള് 3s അല്ലേ. ബാക്കിയുള്ള 2 എണ്ണം എവിടെ നിറയും? 3s2 3s നിറയും. ഓക്കെ ഓക്കെ, അടുത്ത് നോക്കിക്കോ നിങ്ങള് ക്ലോറിൻ. അറ്റോമിക് നമ്പർ എത്രയാണ്? 17. അറ്റോമിക് നമ്പർ 17. ഓക്കെ ആണല്ലോ. ആ 17 എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? 1s2 2s2 2p6 3s2. അപ്പൊ എത്രയായി? 4 10 12. ബാക്കി എത്ര നിറയണം? 5 എണ്ണം നിറയണ്ടേ. ആ 5 എണ്ണം എവിടെ നിറയും? അടുത്തത് ഏതാ? 3sന് ശേഷം ആരാണ്? 3p. അപ്പൊ 3pയിൽ ബാക്കിയുള്ള 5 എന്ന് പറയും. ഇതാണ് ക്ലോറിന്റെ ഇലക്ട്രോൺ വിന്യാസം വരും. ഓക്കെ അല്ലേ? അടുത്ത നിങ്ങൾ നോക്കിക്കോ. ആർഗൺ എന്ന് വിചാരിച്ചു. ആരാണ്? ആർഗൺ. ആർഗൺ വേണ്ട, നമ്മൾ നേരത്തെ എഴുതിയ ഒരാളില്ലേ ഇപ്പൊ പൊട്ടാസ്യം. അത് തെറ്റെന്ന് പറഞ്ഞിട്ടേ ഏത് ഷെല്ലിലുള്ള ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എഴുതിയത് പ്രകാരം തെറ്റാണ് വരിക. അപ്പൊ അതൊന്നും നോക്കിക്കോ. അറ്റോമിക് നമ്പർ എത്രയാണ് പൊട്ടാസ്യത്തിൻ്റെ? 19. ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നു 1s2 2s2 2p6 പിന്നെ ആരാ? 3s2. അപ്പൊ 4 10 12 പിന്നെ ആരാ വരുക? 3s2 കഴിഞ്ഞിട്ട് 3p6 എന്ന് പറയുമ്പോൾ എത്രയായി? 18 ആയില്ലേ. 3pക്ക് ശേഷം അടുത്ത ഊർജ്ജ നില ആരാണ്? 1s 2s 2p 3s 3p പിന്നെ ആരാണ്? 3d 4s. പക്ഷെ 4sന്റെ എനർജി ആരെക്കാളും കുറവ്? 3dനേക്കാളും കുറവ്. അപ്പോൾ 4s നെക്സ്റ്റ് ആരാണ്? 3d എന്നാണ് വരുന്നത് അല്ലേ. ഓക്കെ, നോക്കിക്കോ. 3s2 3p6 പിന്നെ ആര് വരും? 4sല് നോക്കുക. 2 2 4 10 12 18 4sൽ ഒരാൾക്കുണ്ട്.
1s2 2s2 2p6 3s2 3p6 4s1. ഓക്കെ, ഇതാണ് പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം വരും. ഇനി ഞാൻ ചെയ്യേണ്ടി പോകുന്നത് ഈ സബ് ഷെല്ലുകളിലുള്ള ആളെ ഞാൻ ഷെല്ലിലേക്ക് മാറ്റാം. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് 1s 1 എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ഷെല്ല്, 2 എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഷെല്ല്, 3 എന്ന് പറയുമ്പോൾ മൂന്നാമത്തത്, 4 എന്ന് പറയുമ്പോൾ നാലാമത്തത്. ഓക്കെ, 1s എന്ന് പറയുമ്പോൾ 1 അല്ലേ, 1 എന്ന് പറയുമ്പോൾ കെ ഷെൽ അല്ലേ, കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ? 2. 2 എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഷെൽ, മൊത്തം എത്ര ഇലക്ട്രോൺ ഉണ്ട്? 8. അതായത് എല്ലില് എത്ര ഇലക്ട്രോൺ? 8. ഈ 3 എന്ന് പറയുമ്പോൾ എത്രാമത്തെ ഷെല്ലാണ്? മൂന്നാമത്തെ ഷെൽ, അതിലും 2 6 8. അപ്പോ മൂന്നാമത്തെ ഷെല്ലില് 2 6 8. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അവസാനത്തത് 4s അല്ലേ, 4 എന്ന് പറയുമ്പോൾ നാലാമത്തത് KLM, അടുത്താരാണ്? N എന്ന് വരും. N-ല് എത്ര ഉണ്ട്? ഒരു ഇലക്ട്രോൺ ഉണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞെന്താണ്? സാധാരണ ഈ സബ് ഷെല്ല് വരുന്നതിന് മുമ്പേ നമ്മൾ ഇലക്ട്രോൺ വിന്യാസം എഴുതിയാൽ എങ്ങനെയാ വന്നത്? പൊട്ടാസ്യത്തിൻ്റെത് 2 8 M-ല് 18 ഇലക്ട്രോണുകൾ വരെ നിറയുന്നത് കൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ട് എങ്ങനെ എഴുതി? 2 8 9 എന്ന് എഴുതി. പക്ഷെ ഈ സംഭവം ശരിക്കും എന്താണ്? ഇത് തെറ്റാണ്. ശരി, ഏതാണ്? 2881 ആണ് ശരി. ഇത് ഏതിൽ നമുക്ക് മനസ്സിലാക്കിയത്? ഷെല്ലിനകത്ത് സബ് ഷെല്ലുകൾ ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് കാര്യം മനസ്സിലായത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഒന്നും കൂടി ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇതിന് ശേഷം ഇപ്പൊ ഷെല്ലിലുള്ള ഇലക്ട്രോൺ വിന്യാസം പഠിച്ചു, സബ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ വിന്യാസം പഠിച്ചു. അതിനുശേഷം നമ്മൾ ഇപ്പോൾ ഇലക്ട്രോൺ ഇപ്പോൾ ചില എലമെന്റ് വലിയ മൂലകങ്ങൾ എടുത്താൽ ഇലക്ട്രോൺ വിന്യാസം കുറേ എഴുതേണ്ടി വരും അല്ലേ, നീളത്തിൽ കുറേ എഴുതാൻ വേണ്ടിയിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഇലക്ട്രോൺ വിന്യാസത്തെ നമുക്ക് എന്ത് ചെയ്യാണ്ട് പറ്റുന്ന അറിയോ? ചുരുക്കി എഴുതാണ്ട് വരും. ഓക്കെ, അതായത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആരെ ടേമിൽ നമുക്ക് ചുരുക്കി എഴുതാം? നോബിൾ ഗ്യാസിനെ വെച്ചിട്ട് നമുക്ക് ചുരുക്കി എഴുതാം. ഓക്കെ, ആരാ ഈ നോബിൾ ഗ്യാസ് എന്ന് വെച്ചാൽ? ഏറ്റവും അവസാനത്തെ ഗ്രൂപ്പ് മൂലകങ്ങളാണ്. അലസവാതകങ്ങൾ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസസ് എന്ന് വിളിക്കും. ഓക്കെ, അതിനകത്ത് വരുന്ന ആൾക്കാരൊക്കെയാണ്? ആദ്യത്തെ ആൾ ഹീലിയം, പിന്നെ ആരാണ്? നിയോൺ, പിന്നെ ആരാ? ആർഗൺ, പിന്നെ ആരാണ്? ക്രിപ്റ്റോൺ, പിന്നെ ആരാണ്? ക്സെനോൺ, റഡോൺ, അങ്ങനെ പോകും. നമുക്ക് ഈ ആർഗൺ വേറെ ഒന്ന് ഓർത്ത് വെച്ചാൽ നിങ്ങൾ കേട്ടോ. ഈ ഹീലിയം, നിയോൺ, ആർഗൺ ഓർത്ത് വെക്കും. ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണെന്ന് അറിയോ? 2. നിയോണിന്റെ അറ്റോമിക് നമ്പർ എത്രയാണെന്ന് അറിയോ? 8. സോറി, നിയോണിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 10. ആർഗണിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 18. 2 10 18. ഈ 3 കാര്യങ്ങളൊന്നും ഓർത്തോളാം കേട്ടോ, എന്നാലും നമുക്ക് എഴുതാണ്ടി പറ്റൂ. എന്ന് നോക്കുക, അത് നമുക്ക് ഏറ്റവും ചെറിയ ചില എക്സാമ്പിളുകൾ എടുക്കാം. നോക്കിക്കോ, ഫസ്റ്റ് എക്സാമ്പിൾ ഞാൻ എടുക്കുന്നത് ലിഥിയം അറ്റോമിക് നമ്പർ 3. സാധാരണ കോൺഫിഗറേഷൻ എഴുതിയാൽ എന്ത് വരും? 1s2 2s1 എന്ന് വരും. ശരിയല്ലേ? ഈ 1s2 എന്ന് പറയുന്ന ആള് ശരിക്കും ആരാണ്? 2 എന്ന് പറയുന്ന ആൾ അറ്റോമിക് നമ്പർ 2 ഹീലിയം അല്ലേ? അപ്പൊ 1s2 എന്ന് എഴുതുന്നതിന് പകരം നിങ്ങൾക്ക് എന്ത് എഴുതാം? സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഹീലിയം എന്ന് എഴുതുക, പുറത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? 2s1 എന്ന് എഴുതുക. അപ്പൊ ഏതൊരു മൂലകത്തെയും ഏതൊരു എലമെന്റിനെയും അതിന് തൊട്ട് മുമ്പിലുള്ള ആ എലമെന്റിന് തൊട്ട് മുമ്പിലുള്ള നോബിൾ ഗ്യാസിനെ വെച്ചിട്ട് നമുക്ക് ചുരുക്കി എഴുതാണ്ടി പറ്റും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ, അടുത്തൊരാൾ എടുക്കാൻ ഞാൻ പോവാണ്. ആരെടുക്കുക? ലിഥിയം കഴിഞ്ഞിട്ട് ബെറിലിയം തന്നെ ആയിക്കോട്ടെ. ബെറിലിയം അറ്റോമിക് നമ്പർ 4 1s2 2s2 എന്ന് വരും. ആരാ 1s2? 1s2 എന്ന് പറയുന്നത് ഹീലിയം ആണ്. അപ്പോൾ ഈ 1s2 പകരം ഞാൻ എന്ത് എഴുതി? ഹീലിയം എന്ന് എഴുതി, പുറത്തായുണ്ട് 2s2 എന്നുണ്ട്. ഇങ്ങനെ എഴുതാം. ഓക്കെ, അടുത്തൊരാളെ ഞാൻ എടുക്കാൻ പോണേ. സോഡിയം അറ്റോമിക് നമ്പർ 11. സോഡിയം അറ്റോമിക് നമ്പർ 11. എന്താ സോഡിയത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം വരിക? 1s2 2s2 2p6 3s1 എന്ന് വരും. നിങ്ങൾ പീരിയോഡിക് ടേബിൾ നോക്കിയാൽ മനസ്സിലാവും, സോഡിയത്തിന് തൊട്ട് മുമ്പിലുള്ള നോബിൾ ഗ്യാസ് ആരാണ്? നിയോൺ. ആ നിയോൺ അറ്റോമിക് നമ്പർ എത്രയാണ്? 10 ആണ്. അപ്പൊ 10 നിങ്ങൾ നോക്കിക്കോ, 2 2 4
6 10 അല്ലേ? ഈ 1s2 2s2 2p6 എന്ന് പറയുന്നത് ശരിക്കും ആരാണ്? നിയോണിന്റെ ഇലക്ട്രോൺ വിന്യാസമാണ്. അപ്പൊ നമ്മൾ ഇതിനെ ചുരുക്കിയിട്ട് എങ്ങനെ എഴുതും? ഈ ടേമിന് പകരം സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് നിയോൺ എന്ന് എഴുതുക, അപ്പുറത്ത് പുറത്തെന്ന് എഴുതുക 3s1 എന്ന് എഴുതുക. ക്ലിയർ അല്ലേ? ഉറപ്പാണല്ലോ. ഇനി അടുത്ത് നോക്കിക്കോ, ഞാൻ ഒരാളെടുക്കാണ്. ക്ലോറിൻ അറ്റോമിക് നമ്പർ 17. ഇലക്ട്രോൺ വിന്യാസം 1s2 2s2 2p6, പിന്നെ ആര് വരും? 3s2, പിന്നെ ആര് വരിക? 3p5 എന്ന് വരും. 3s2 3p5. അപ്പോഴും നിങ്ങൾ നോക്കുക, ക്ലോറിൻ തൊട്ട് മുമ്പിലുള്ള നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ അലസവാതകാരാണ് നിയോൺ തന്നെയാണ്. ക്ലിയർ അല്ലേ? അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ഈ 1s2 2s2 2p6 10 ഇലക്ട്രോണുകൾ വരുന്ന ആള് നിയോൺ ആണ്. അപ്പൊ നമ്മൾ അതിനെ ചുരുക്കിയിട്ട് എങ്ങനെ എഴുതും? നിയോൺ എന്ന് സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതി പുറത്ത് ആരെഴുതും? 3s2 3p5 എന്ന് എഴുതും. അപ്പൊ ഈ രീതിയിൽ എല്ലാ എലമെന്റ്സിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തൊട്ട് മുമ്പിലുള്ള നോബിൾ ഗ്യാസിനെ എഴുതിയിട്ട് ചുരുക്കി എഴുതാൻ പറ്റും. ഓക്കെ ആണോ? ഓക്കെ, ഇനി എക്സാമ്പിൾ ഇനിയും വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അടുത്തൊരാൾ നോക്കിക്കോ. ഇപ്പോ പൊട്ടാസ്യം അറ്റോമിക് നമ്പർ 19 ആണ്. ഇലക്ട്രോൺ വിന്യാസം 1s2 2s2 2p6 3s2 3p6 അല്ലേ? 2 4 10 12 18. ഒന്നുകൂടി ഉണ്ട്. 3pക്ക് ശേഷം നേരത്തെ പറഞ്ഞു 4s ആണ്. അപ്പൊ എന്ത് വരും? 4s1 എന്ന് വരും. 3p6 4s1. ഓക്കെ അല്ലേ? 3p6 4s1 എന്ന് വരും. ക്ലിയർ ആണല്ലോ? ഓക്കെ, നോക്കിക്കോ. പീരിയോഡിക് ടേബിൾ നോക്കിയാൽ പൊട്ടാസ്യത്തിന് തൊട്ട് മുമ്പുള്ള ആളാരാണ്? ആർഗൺ ആണ്. ആർഗണിന്റെ അറ്റോമിക് നമ്പർ 18. അപ്പൊ 18 വരെയുള്ള ആൾക്ക് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആർഗൺ എന്ന് കൊടുക്കാം. അപ്പൊ 2 4 10 12 6 18. ഇത് ശരിക്കും ആരാണ്? ആർഗൺ ആണ്. അപ്പൊ നമ്മൾ ചുരുക്കിയിട്ട് എങ്ങനെ എഴുതും? ഈ മൊത്തം ഈ സംഭവം എഴുതുന്നതിന് പകരം സ്ക്വയർ ബ്രാക്കറ്റിൽ ആർഗൺ, പുറത്ത് എന്ത് എഴുതും? 4s1 എന്ന് എഴുതും. ഓക്കെ, അടുത്തൊരാൾ നിങ്ങൾ നോക്കിക്കോ. അടുത്തൊരാൾ നോക്കുക. ആരാണ്? കാൽസ്യം അറ്റോമിക് നമ്പർ എത്രയാണെന്ന് അറിയോ? 20 ആണ്. ഇതേപോലെ നിങ്ങൾക്ക് എഴുതാം. 1s2 2s2 2p6 3s2 3p6 ഓക്കെ 4s2 അല്ലേ? 4 10 12 18 20. ഓക്കെ അല്ലേ? ഇനി ഈ സെക്ഷൻ ആരാണ്? നേരത്തെ പറഞ്ഞതുപോലെ ആർഗൺ ആണ്. അപ്പൊ ഇതിനെ ചുരുക്കി എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ആർഗൺ, പുറത്ത് എന്ത് വരും? 4s2 എന്ന് വരും. ഇതാണ് എന്താണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം ആരെ വെച്ചിട്ട് എഴുതുന്നത്? നോബിൾ ഗ്യാസിനെ വെച്ച്. ഓക്കെ, അപ്പൊ എല്ലാ വലിയ മൂലകങ്ങളുടെ കേസും നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഇപ്പോഴില്ല, നമ്മൾ തുടങ്ങുന്നതല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് അപ്പൊ നമ്മള് ഷെല്ലുകൾ മനസ്സിലാക്കി, ഇലക്ട്രോൺ വിന്യാസം മനസ്സിലായി, ഷെല്ലുകളിലുള്ള ഇലക്ട്രോൺ വിന്യാസം, പിന്നെന്താണ് സബ് ഷെല്ലുകൾ, ഓരോ ഷെല്ലിലും ഉള്ള സബ് ഷെല്ലുകൾ ഞാൻ പറഞ്ഞു. ആ സബ് ഷെല്ലുകളുടെ ഊർജം കൂടി വരുന്ന ക്രമം ഞാൻ പറഞ്ഞു. ഇപ്പോ കാൽസ്യം വരെ റാൻഡം ആയിട്ട് നമ്മൾ എക്സാമ്പിൾ ചെയ്തു, അതിന് ചുരുക്കി എഴുതുകയും ചെയ്തു. ഓക്കെ, ഇനി അടുത്ത കുറച്ച് എക്സാമ്പിളും കൂടി ഉണ്ട് നിങ്ങൾക്ക് ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ വേണ്ടിയിട്ട്. 21 മുതൽ അങ്ങോട്ടേക്ക്. ഓക്കെ, മൂലകങ്ങള് പേര് ഞാൻ എഴുതൂല, സിമ്പിൾ മാത്രമേ എഴുതൂ. ഓക്കെ, സ്കാൻഡിയം എന്ന് പറയുന്ന ആള്, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. ഇത്രയാണ് കൂടി നമുക്ക് ആവശ്യം. സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. 10 അല്ലേ? നോക്കുക, സ്കാൻഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 21 ആണ്. ഓക്കെ, 21, ടൈറ്റാനിയം 22, 23, 24, 25, 26, 27, 28, 29, പിന്നെ ആരാണ്? 30. അതിൽ നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ക്രോമിയത്തിന്റെയും അതേപോലെ തന്നെ
കോപ്പറിന്റെയും ഇലക്ട്രോൺ വിന്യാസത്തിൽ എന്തുണ്ട്, ചില പ്രത്യേകതകളുണ്ട്. ഓക്കെ, പ്രത്യേകതകളുണ്ട്. നമുക്ക് ലാസ്റ്റ് ചെയ്യാം. ഓക്കെ, നോക്കാം. ആദ്യം ആരാണ്? സ്കാൻഡിയം. സ്കാൻഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 21. ഞാൻ എഴുതാൻ പോവാണ്. അറിയാലോ, 1s 2s 2p 3s 3p, പിന്നെ ആരാണ്? 4s, പിന്നീട് ആരാണ് വരിക? 3. ഓക്കെ, 1s 2s 2p 3s 3p 4s 3d. ഇതാണ് ക്രമം. എസിൽ 2, പിയിൽ 6, ഡിയിൽ 10, എഫിൽ 14. ഓക്കെ, നോക്കാം. 21 1s2 2s2 2p6. ഇത് ചുരുക്കി എഴുതുന്നത് നമ്മൾ ഫുൾ എഴുതാണ്. 2p6 3s2 3p6. നെക്സ്റ്റ് ആരെ വരിക? 4s2 ആണ്. അപ്പൊ എത്രയായി? 2 4 10 12 18 20. ബാക്കി എത്രയുണ്ട്? 1 അല്ലേ? 4s ശേഷം അടുത്ത ആളാരാണ്? 3d. അപ്പൊ 3d1 എഴുതും. ഓക്കെ, ഇങ്ങനെ എഴുതിയാൽ മതി. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 3Dയുടെ പൊസിഷൻ ശരിക്കും ആർക്ക് മുമ്പിലാണ്? 4sന് മുമ്പിലാണ്. ശരിയല്ലേ? 3D മീൻസ് മൂന്നാമത്തെ ഷെല്ലിലുള്ള D ആണ്. 4s മീൻസ് നാലാമത്തെ ഷെല്ലിൽ S ആണ്. അപ്പൊ മൂന്നാമത്തെ ഷെല്ലിന് ശേഷമല്ലേ നാലാമത്തെ ഷെല്ല്. അപ്പൊ ശരിക്കും 3Dയുടെ പൊസിഷൻ ആർക്ക് മുമ്പിലാണ്? 4sന് മുമ്പിലാണ്. പിന്നെന്താ വ്യത്യാസം? വ്യത്യാസം എന്താണ്? 3Dയുടെ എനർജി 4sനേക്കാളും കൂടുതലാണ്, അല്ലെങ്കിൽ 4sന്റെ എനർജി 3Dനേക്കാളും കുറവാണ്. അതുകൊണ്ട് 4sൽ നിറഞ്ഞതിന് ശേഷം മാത്രമേ 3Dയിലേക്ക് നിറയാൻ പാടുള്ളൂ. തിരിഞ്ഞോ? അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ ഇലക്ട്രോൺ വിന്യാസം എഴുതിയതിനു ശേഷം ഒരേ ഷെല്ലിലുള്ള സബ് ഷെല്ലുകൾ നിങ്ങൾ ഒരുമിച്ച് എഴുതണം. അങ്ങനെയാണല്ലോ ശരിക്കും അതിന്റെ ക്രമം ഉണ്ടാവുക. ഊർജം വ്യത്യാസം എന്നല്ലേ ഉണ്ടാവുക. അപ്പൊ ഞാൻ എഴുതി നോക്കിക്കോ. 1s2 2s2 2p6 3s2 3p6. പിന്നെ ആരെ വരിക? 3pക്ക് ശേഷം ആരെന്നെ? 3d. പിന്നെ ആരെ വരിക? 4s ആണുള്ളത്. ഓക്കെ, ഞാൻ ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 2 4 10 12 18 18 നിറഞ്ഞതിന് ശേഷം ഡിയിൽ ഇലക്ട്രോൺ നിറയോ? ഇല്ല. എന്താ നിറയാത്തത്? ഡിയിൽ നിറയുന്നതിന് പകരം 4s നിറയും. എന്തേ? 3Dനേക്കാൾ എനർജി ആർക്ക് കുറവ്? 4sന്. അപ്പോ 4 10 12 18 4sൽ 2 നിറഞ്ഞു, 3Dയിൽ ബാക്കിയുള്ളതെന്ന് പറയും. അപ്പോൾ നമ്മൾ ഇലക്ട്രോൺ വിന്യാസം സ്കാൻഡിയം മുതൽ അങ്ങോട്ടേക്ക് എഴുതുമ്പോൾ സാധാരണ എഴുതുന്നത് പോലെ എഴുതിയിട്ട് ഒരേ ഷെല്ലിലുള്ള സബ് ഷെല്ലുകളെ എന്ത് ചെയ്യണം? നിങ്ങൾ ഒരുമിച്ച് എഴുതണം. ഊർജം കൂടി വരുന്നതാണ്. ഓക്കെ ആണോ? ഓക്കെ, യെസ്. നെക്സ്റ്റ് ഞാൻ എടുക്കാൻ പോകുന്ന ആരാന്നറിയോ? ടൈറ്റാനിയം അറ്റോമിക് നമ്പർ 22. എങ്ങനെ വരിക? അപ്പൊ ഞാനത് ഫൈനൽ കേസ് മാത്രമേ എടുക്കുന്നുള്ളൂ. 1s2 അല്ലെങ്കിൽ ഫുൾ എഴുതാം, സംശയം വേണ്ട. 2p6 3s2 3p6. പിന്നെ അതിൽ വരും 4s2 3d2 എന്ന് വരും. 4s2 3d2. ഓക്കെ, അപ്പൊ മാറ്റി എഴുതുമ്പോൾ എങ്ങനെ വരിക? ആദ്യം ഇങ്ങനെ തന്നെ എഴുതണം, എന്നിട്ട് മാത്രമേ മാറ്റി എഴുതാൻ പാടുള്ളൂ. പിന്നീട് മാറ്റി എഴുതുമ്പോൾ എങ്ങനെ വരും? 4s2 3d2 എന്നുള്ളത് എങ്ങനെ വരും? 3d2 അത് വരും 4s2 എന്ന് വരും. അടുത്തരാണ് വനേഡിയം 23. എങ്ങനെ വരിക? 1s2 2s2 2p6 3s2 3p6. നെക്സ്റ്റ് ആരാണ്? 4s2. നെക്സ്റ്റ് ആരാണ്? 3d3. 4s2 3d3 ആണ് അല്ലേ? മാറ്റി എഴുതുമ്പോൾ 3d മുമ്പിൽ എഴുതുക. അതായത് എങ്ങനെ വരും? 3d3 3d3 എന്ത് വരും? 4s2 എന്ന് വരും. ഓക്കെ, അടുത്തത് വനേഡിയം കഴിഞ്ഞാൽ അടുത്ത ആരാണ്? നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ആദ്യം ഇങ്ങനെ എഴുതിയിട്ട് മാറ്റി എഴുതിയാൽ മതിയേ. അപ്പൊ ഞാനത് എന്ത് ചെയ്യും? വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നില്ല. ഓക്കെ, സ്കാൻഡിയം ടൈറ്റാനിയം വനേഡിയം ക്രോമിയം പിന്നീട് നോക്കാം. പിന്നെ ആരാണ്? മാംഗനീസ് അറ്റോമിക് നമ്പർ 25 ആണ്. 1s2 2s2 2p6 3s2 3p6. പിന്നെ ആരാ വരിക? 4s2. എത്രയായി? 4 10 12 18 20. ബാക്കി എത്രയുണ്ട്? 5 അല്ലേ? അപ്പോൾ 3d5 എന്ന് വരും. മാറ്റി എഴുതുമ്പോൾ എങ്ങനെ വരും? 3d5 4s2 എന്ന് വരും. ഓക്കെ, മാംഗനീസിന് ശേഷം ആരാണ്? അയൺ വരും അല്ലേ? അയൺ അറ്റോമിക് നമ്പർ എത്രയാ? 26 ആണ്. ഓക്കെ, 1s2 2s2 2p6 3s2 3p6. പിന്നെ ആരാ വരിക? 4s2 3d6 എന്ന് വരും അല്ലേ? മാറ്റി എഴുതുന്ന സമയത്ത് എങ്ങനെ എഴുതണം? നിങ്ങൾ
3d6 4s2 എന്ന് വരും. 3d6 4s2 എന്ന് വരും. ഓക്കെ, ഇനി എല്ലാം എഴുതുന്നില്ല. ഓക്കെ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്തപ്പോൾ നിങ്ങൾ അതേപോലെ കൊബാൾട്ട് നിക്കലൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഞാൻ ഏതും കൂടെ എഴുതാൻ പോവാണ്. അവസാനത്തെ ആളാരാണ്? സിങ്ക്. സിങ്കിന്റെ അറ്റോമിക് നമ്പർ എത്രയാ? സിങ്കിൻ്റെത് അറ്റോമിക് നമ്പർ 30. എഴുതിയൊക്കെ പറഞ്ഞോ. 1s2 2s2 2p6 3s2 3p6 നെക്സ്റ്റ് ആരാണ്? 4s2 അല്ലേ? 4 10 12 18 20 ബാക്കി 10 ആണ്. 10 ഏതാണെന്നറിയും? 3Dയിൽ 10 ഇലക്ട്രോണുകൾ 3D ടാബ്. ഓക്കെ, ഇതാണ് സിങ്കിന്റെ ഇലക്ട്രോൺ വിന്യാസം. ഇനി ഇതിനെ മാറ്റി എഴുതുമ്പോൾ ആദ്യം ആര് വരും? 3d10 ആദ്യം വരും അല്ലേ? 3d10 എന്ത് വരും? 4s2 ആയിട്ട് മാറും. ഇങ്ങനെ എഴുതണം. ഓക്കെ, നമുക്ക് പിന്നീട് ആവശ്യം വരും. ഓക്കെ ആണല്ലോ. ഇനി അതിൽ ശ്രദ്ധിക്കാണ്ട് പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടെണ്ണമാണ് ക്രോമിയവും കോപ്പറും. ഈ രണ്ടിൻ്റെയും ഇലക്ട്രോൺ വിന്യാസം പലതവണ പബ്ലിക് എക്സാമിന് എഴുതാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും എക്സെപ്ഷണൽ ആണ്. എക്സെപ്ഷണൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയും. നമ്മൾ നോക്കുക, ക്രോമിയം അറ്റോമിക് നമ്പർ 24 ആദ്യം അത് നോക്കാം. ഓക്കെ, ക്രോമിയം നോക്കിക്കൊന്നുണ്ട്. എന്താ വരിക? 1s2 2s2 2p6 പിന്നെ ആര് വരും? 3s2 3p6 നെക്സ്റ്റ് ആരാ വരിക? 4s2 അല്ലേ? ഇതിപ്പോ എത്രയായി? 20 ബാക്കി 4 ഇലക്ട്രോൺ. അപ്പൊ എത്രയായിട്ട് വരും? 3d4 എന്ന് വരും. 4s2 3d4. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ മൂലകങ്ങളും എന്തിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുക? സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ചെറിയൊരു കാര്യം പറയാം. ഇപ്പോൾ പിയില് ഞാൻ നേരത്തെ പറഞ്ഞു 6 ഇലക്ട്രോണുകൾ വരുന്നറിയാം, ശരിയല്ലേ? ഡിയിൽ എസ് അവിടെ നിൽക്കട്ടെ, എസ് കുഴപ്പമില്ല, എസിന് വേണം. എസ് പിയും ഡിയും മാത്രം ഇപ്പം മതി. നിങ്ങളെ പിയിൽ 6, ഡിയിൽ എത്ര ഇലക്ട്രോണുകൾ മാക്സിമം എന്നറിയാം? 10 എണ്ണം. അപ്പൊ നിറയാൻ പറ്റുന്നതിന്റെ മാക്സിമം നിറഞ്ഞാൽ അതിനെ ആ ഷെല്ല് അല്ലെങ്കിൽ ആ ഉപഷെല്ല് കംപ്ലീറ്റ് ആയി എന്ന് പറയും. നമ്മൾ അതിനെ എന്ത് പറയും? കംപ്ലീറ്റ്ലി ഫിൽഡ് കോൺഫിഗറേഷൻ എന്ന് പറയും. ഇനി 6ന് പകരം പിയിൽ നിറയുന്ന 3 ആണെങ്കിൽ കംപ്ലീറ്റ്ലി ഹാഫ് ഫിൽഡ് എന്ന് പറയും. പകുതി നിറയാം. ഡിയിൽ 10 നിറയാം, അല്ലെങ്കിൽ എന്താണ് പകുതിയാണ് നിറയുന്നതെങ്കിൽ അവിടെയും 5 അല്ലേ? കംപ്ലീറ്റ്ലി ഹാഫ് ഫിൽഡ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഓർബിറ്റൽ അല്ലെങ്കിൽ ഒരു സബ്ഷെല്ലിൽ ഇലക്ട്രോണുകൾ കംപ്ലീറ്റ് ആണെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് കോൺഫിഗറേഷൻ, ഇലക്ട്രോണുകൾ പകുതി നിറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ എന്ന് പറയും. ഈ രണ്ട് കേസുകൾക്കും സാധാരണ ഉള്ളതിനെ അപേക്ഷിച്ചിട്ട് സ്ഥിരത കൂടുതലായിരിക്കും, സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ 3d4 എന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഡിയില് 10 എണ്ണം വന്നാലും സ്റ്റേബിൾ ആണ്, 5 എണ്ണം വന്നാലും സ്റ്റേബിൾ ആണ്. അപ്പൊ ഡിയിൽ 4 ഉള്ളത് ഒരു ഇലക്ട്രോണിനും കൂടെ കിട്ടിയാല് അത് 5 ആയിട്ട് മാറിയില്ലേ? അപ്പൊ 3d5 ആവുമല്ലോ. അപ്പൊ അത് കംപ്ലീറ്റ്ലി ഹാഫ് ഫിൽഡ് എന്ന് പറയും. അപ്പൊ അതിന് കൂടുതൽ എന്ത് കിട്ടും? സ്റ്റെബിലിറ്റി കിട്ടും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പൊ ഡിയുടെ കേസ് മാത്രം നമ്മളിപ്പോ നോക്കിയാൽ മതി. ഡി എന്താണ് സബ് ഷെല്ലില് 5 ഇലക്ട്രോൺ നിറഞ്ഞാലും 10 ഇലക്ട്രോൺ നിറഞ്ഞാലും അത്തരം ഇലക്ട്രോൺ വിന്യാസം എന്തായിരിക്കും? സ്റ്റേബിൾ ആയിരിക്കും, അല്ലെങ്കിൽ സ്ഥിരത കൂടിയതായിരിക്കും. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 4sന്റെയും 3dയുടെയും എനർജി, രണ്ടിന്റെ എനർജി വ്യത്യാസമുണ്ട്, പക്ഷേ അപ്രോക്സിമേറ്റ്ലി സെയിം ആണ്, അല്ലെങ്കിൽ ഏകദേശം അത് വളരെ അടുത്തടുത്തുള്ള എനർജിയാണ് വരും. അപ്പൊ എന്ത് സംഭവിക്കുന്നറിയോ? 4sലുള്ള ഇലക്ട്രോണിന് എർത്തേക്ക് മൂവ് ചെയ്യാണ്ടി പറ്റും, 3dയിലേക്ക് മൂവ് ചെയ്യാണ്ടി പറ്റും. ഇതിന് സ്ഥിരത കിട്ടാൻ എത്ര ഇലക്ട്രോണിനെ മതി? ഒന്നും കൂടി പോരെ. അതായത് ഈ 4sൽ നിന്ന് ഒരേ ഇലക്ട്രോൺ എർത്തേക്ക് വരും, നീങ്ങും, ഡിയിലേക്ക് നീങ്ങും. അതിന് കാരണം എന്താണ്? 4sന്റെയും 3dയുടെയും എന്താണ് ഊർജ്ജങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമില്ല, ഏകദേശം അടുത്തടുത്താണ് വരിക. അപ്പോൾ എസ് എന്ന് ഇലക്ട്രോണിന് ഇങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യാണ്ടി പറ്റും. ഓക്കെ ആണല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന്റെ ഇലക്ട്രോൺ വിന്യാസം എന്ത് കിട്ടും? നിങ്ങൾ നോക്കിക്കോ. 1s2 2s2 2p6 3s2 3p6 4sൽ ഒരേ ഇലക്ട്രോൺ ആകും. ഇതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോയി, അപ്പോൾ 3d എന്തായിട്ട് മാറി? 5 ആയിട്ട് മാറി.
ഇപ്പോഴിത് സ്റ്റേബിളായി. ഇതാണ് ശരിയായ ഇലക്ട്രോൺ വിന്യാസം ക്രോമിയത്തിന്റെ. നേരത്തെ പറഞ്ഞതുപോലെ ഒരേ ഷെല്ലിലുള്ള ആളെ ഒരുമിച്ച് എഴുതുമ്പോൾ എന്ത് വരും? 1s2 2s2 2p6 3s2 3p6 4s1 അവിടെ നിൽക്കട്ടെ. അല്ല, ആദ്യം ആര് എഴുതണം? 3d5 4s1 എന്ന് വരും. ഇതാണ് ക്രോമിയത്തിന്റെ ശരിയായ ഇലക്ട്രോൺ വിന്യാസം. ഇത് എഴുതിയാലും ഇത് എഴുതിയാലും ഇത് എഴുതി രണ്ട് എഴുതിയാൽ നമുക്ക് മാർക്ക് കിട്ടും. പക്ഷെ എന്താണ്, ഇതാണ് കുറച്ചുകൂടി എന്താണ് ബെറ്റർ. ക്രോമിയം കിട്ടിയല്ലോ, സംശയം ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഡിയില് 5 നിറഞ്ഞാലും 10 നിറഞ്ഞാലും സ്റ്റേബിൾ ആയിരിക്കും, സ്ഥിരത കൂടുതലായിരിക്കും. എല്ലാവരും എന്തിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്? സ്ഥിരത കൂട്ടാൻ വേണ്ടി. ക്ലിയർ അല്ലേ? ഇനി ഇത് വെച്ചിട്ട് ഞാൻ കോപ്പറും കൂടി ഇവിടെ തന്നെ കംപ്ലീറ്റ് ചെയ്യാണ്ട് പോവാണ്. കോപ്പർ അറ്റോമിക നമ്പർ എത്രയാണ്? 29. എങ്ങനെ ഇലക്ട്രോൺ വിന്യാസം വരിക? 1s2 2s2 2p6 2 4 10 12 18 20 ആയി അല്ലേ? ബാക്കി 9 ഇല്ലേ? അപ്പൊ ഡിയിൽ എന്ത് വരും? 3d9 എന്ന് വരും. ശരിയല്ലേ? നേരത്തെ പറഞ്ഞതുപോലെ ഡിയില് ഒരു ഇലക്ട്രോണിന് കൂടെ കിട്ടിയാൽ അതിന് സ്ഥിരത കൂടിയില്ലേ? അപ്പൊ 4s ഒരു ഇലക്ട്രോൺ അടുത്തേക്ക് വരും, 3dയിലേക്ക് വരും. അത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. നമ്മൾ ചെയ്യുന്ന കാര്യം ഒന്നല്ലല്ലോ ഇത്. ഓക്കെ, അപ്പൊ 4s ഒന്ന് ഇങ്ങോട്ടേക്ക് പോയി. അപ്പൊ 4s1 3d10 ആയി. ഇപ്പോഴും അതിന് സ്ഥിരത കൂടുതലായിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും ഒരേ ഷെല്ലിലുള്ള ആൾക്കാരെ ഒരുമിച്ച് എഴുതുക. അപ്പൊ എന്ത് വരും? 3d10 ആദ്യം വരും, 4s1 നെക്സ്റ്റ് വരും. ഇതാണ് കോപ്പറിന്റെ ഇലക്ട്രോൺ വിന്യാസം. തിരിഞ്ഞു. അപ്പൊ ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്, പലതവണ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ കോപ്പർ ഇത്, ക്രോമിയം ഞാൻ ഒന്നുകൂടി എഴുതാം. 1s2 2s2 2p6 3s2 3p6 3d5 4s1. ഇപ്പൊ നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചിട്ട് നിങ്ങൾ എഴുതണ്ട, ഊർജം കൂടി വരുന്ന ക്രമത്തിൽ ചെയ്ത് ഞാൻ പറഞ്ഞത് പ്രകാരം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അറേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ? ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്യുക. കൺഫ്യൂഷൻ വരും. ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ അല്ലേ, ഇപ്പോൾ എന്താ സംഭവിക്കുക? മിസ്റ്റേക്ക് വന്നാൽ അതങ്ങോട്ട് തെറ്റിപ്പോവും. ഓക്കെ, ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ എന്താണ് നിങ്ങൾക്ക് മാർക്ക് എന്തായാലും 0 ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാം. പിന്നെ ടെക്സ്റ്റിനകത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തുണ്ട്, ഈ ഊർജം കൂടി വരുന്ന ക്രമത്തിലുള്ള ഗ്രാഫൊക്കെ കൊടുത്തിട്ടുണ്ട്. 1s 2s 2p 3s 3p ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഗ്രാഫൊക്കെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കുക. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി അവിടെ പറയുന്നുണ്ട്. ഈ സബ്ഷെല്ലുകളുടെ ഷേപ്പ്, ആകൃതി. ഓക്കെ, ഇപ്പോൾ എസ് ഓർബിറ്റൽ അല്ലെങ്കിൽ എസ് സബ്ഷെല്ലിന് വരുന്ന എനർജി, എസിന്റെ എന്താണ്? സ്ഫെറിക്കലാണ്. എസിന് എന്താ വരിക? സ്ഫെറിക്കൽ എന്ന് വരും. സ്ഫെറിക്കൽ ഷേപ്പാണ് വരുന്നത് കേട്ടോ. സ്ഫെറിക്കൽ നമ്മൾ ഈ രീതി എന്ത് ചെയ്യുക? സ്ഫെറിക്കൽ. ഇപ്പോൾ ഇത് ഷെയ്ഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സ്ഫെറിക്കൽ ഷേപ്പാണ് ആർക്ക് വരുന്നത്? എസ് സബ്ഷെല്ലിന് വരിക. ഇനി പി ആണെങ്കിൽ അതിന് വരുന്നത് എന്താണെന്ന് പറയുക? ഡംബൽ എന്ന് പറയും. എന്താ പറയുക? ഡംബൽ എന്നാണ് വരിക. ഡംബൽ എന്ന് പറയുമ്പോൾ 8 ഒന്ന് നീട്ടി വരച്ച പോലെ ഉണ്ടാവും. ഓക്കെ, അതായത് ഈ രീതിയിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക, ഡംബൽ ഉണ്ടാവുക. ഓക്കെ, അത് 3 ആക്സിസിൽ പോസിബിൾ ആണ്. എക്സ് ആക്സിസിലും ഇത് ഡംബൽ എക്സ് ആക്സിസിൽ കൂടി വരക്കാം, വൈയിൽ കൂടി വരക്കാം. ശരി, അത് അഡീഷണൽ ആയിട്ട് ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓർത്ത് വെച്ചോ, എസിന്റെ ആകൃതി എന്താണ്? ഗോളാകൃതിയാണ്, സ്ഫെറിക്കൽ ആണ്. പിയിലത് എന്താണ്? ഡംബലാണ്. ഇനി ഡിയിലതുണ്ട്, ഇത് ഒരു ഡംബലാണ്, ഡിയിലത് ഡബിൾ ഡംബൽ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതായത് ഷെല്ല് ഊർജം കൂടി വരുന്ന ക്രമം KLMN, സബ് ഷെൽ ഊർജം കൂടി വരുന്ന ക്രമം SPDF ആണ് സാധാരണ വരിക. ഇനി എല്ലാ ഷെല്ലുകളും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട ആൾക്കാർ ആരൊക്കെയാണ്? 1s 2s 2p 3s 3p 4s 3d. ഇതുവരെ ഓർത്ത് നോക്കുക. എസിൽ 2 ഇലക്ട്രോണ്, ഡിയിൽ 6 ഇലക്ട്രോണുകൾ, എസിൽ 2 ഇലക്ട്രോണുകൾ, പിയിൽ 6 ഇലക്ട്രോണുകൾ വരെ, ഡിയിൽ 10 ഇലക്ട്രോണുകൾ വരെ, എഫിൽ 14 ഇലക്ട്രോണുകൾ വരെ നിറയാം. ഇനി ഇലക്ട്രോൺ വിന്യാസം നമുക്ക് എന്ത് ചെയ്യാം? നോബൽ ഗ്യാസ് വെച്ചിട്ട് ചുരുക്കി എഴുതാൻ പറ്റും. ഓക്കെ, പിന്നെന്താ നമ്മൾ ചെയ്തത്? ഈ ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും കേസിൽ ഡിയിൽ 5 ഇലക്ട്രോൺ വന്നാലും സ്ഥിരത കൂടും, ഡിയിൽ 10 ഇലക്ട്രോണുകൾ വന്നാലും സ്ഥിരത കൂടും. അങ്ങനെ സ്ഥിരത വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്യണം. ഓക്കെ, താങ്ക് യു.